ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭാഗവത മാഹാത്മ്യം തുടരുന്നു. 4-ാം അധ്യായം. സൂത ഉവാച. അധ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ വനമാലീഗനശ്യാമ പീതവാസാ മനോഹരഃ കാഞ്ചീകലാപരുചിര ഉല്ലസൻ മുകുടകുണ്ടലഃ ത്രിഭംഗലളിതശ്ചാരു കൗസ്തുഭേന വിരാജിതഃ കോടിമന്മദലാവണ്യോ ഹരിചന്ദനചർച്ചിതഃ പരമാനന്ദചിന്മൂർത്തിർ മധുരോ മുരളീധരഃ ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനിജ. സൂതൻ പറഞ്ഞു, അനന്തരം വൈഷ്ണവന്മാരുടെ ഹൃദയത്തിൽ ലോകത്തിൽ ദുർലഭമായ ഭക്തി നിവസിച്ചിരിക്കുന്നുവെന്ന് കണ്ടിട്ട് ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞ് ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഭക്തന്മാരിൽ പരമപ്രേമയുക്തനും പാദം വരെ നീണ്ടുകിടക്കുന്ന വനമാലയെ ധരിച്ചവനും മേഘം പോലെ ശ്യാമള നിറമുള്ളവനും 2 മഞ്ഞപ്പെട്ടിൽ ഒന്നിനെ ഉടുത്തവനും മറ്റൊന്നിനെ ഉത്തരീയമായി ധരിച്ചവനും കാണുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും അരയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം നിമിത്തം മനോഹരനും അത്യന്തം പ്രകാശിക്കുന്ന കിരീടകുണ്ടലങ്ങളോട് കൂടിയവനും ഉദരത്തിൽ കാണപ്പെടുന്ന ത്രിവലിയാൽ സുന്ദരനും മനോജ്ഞമായ കൗസ്തുഭരത്നത്താൽ പ്രകാശിക്കുന്നവനും കോടി മന്മഥ സദൃശമായ സൗന്ദര്യമുള്ളവനും രക്തചന്ദനത്തെ ദേഹത്തിൽ പൂശിയിരിക്കുന്നവനും പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ഏവർക്കും പ്രിയത്തെ ജനിപ്പിക്കുന്നവനും മുരളിയെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായിരുന്നു ഭഗവാൻ. വൈകുണ്ഠത്തെ വെടിഞ്ഞു വരുവാൻ എന്തു കാരണമെന്നാൽ ഇവിടെയിരിക്കുന്ന മഹാത്മാക്കളുടെ ഹൃദയങ്ങൾ കാമക്രോധാദി വൃത്തികളുടെ സമ്പർക്കമില്ലാതിരുന്നതിനാൽ ഭഗവാനിരുന്ന് ആനന്ദിപ്പാൻ തക്കവിധം നിർമ്മലങ്ങളായിരുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ടാണ് ഭക്തഹൃദയങ്ങളിൽ വന്നിരുന്നതെന്ന് വർണ്ണിച്ചത് ഭക്തഹൃദയങ്ങളുടെ പരിശുദ്ധതയെയും ഭഗവാന്റെ ഭക്തവാത്സല്യാതിശയത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ധരിക്കണം. വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവ ഉദ്ധവാദയഃ തത്കഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാഃ. വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ഉദ്ധവാദി വിഷ്ണുഭക്തന്മാർ കഥ കേൾപ്പാനുള്ള താൽപ്പര്യത്താൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധം ഗൂഢരൂപങ്ങളെ ധരിച്ചുകൊണ്ട് സഭയിൽ വസിച്ചു. തഥാ ജയ ജയാരവോ രസപുഷ്ടിരലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹുശങ്കരവോപ്യഭൂത്. അപ്പോൾ ജയ ജയ എന്ന ശബ്ദവും ലോകത്തിൽ കാണപ്പെടാത്തതായ രസപുഷ്ടിയും മലർപ്പൊടി പുഷ്പങ്ങൾ എന്നിവയുടെ വർഷവും അടിക്കടി ശംഖശബ്ദവുമുണ്ടായി. തൽസഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതിഃ ദൃഷ്ട്വാ ച തന്മായാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. ആ സഭയിൽ വസിക്കുന്നവർ ശരീരത്തിൽ ഞാനെന്നും ഗൃഹാദികളിൽ എൻ്റേതെന്നുമുള്ള ഭാവമില്ലാതിരിക്കുന്നതിനെ കണ്ടിട്ട് നാരദമുനി പറഞ്ഞു, അലൗകികോയം മഹിമാ മുനീശ്വരാഃ സപ്താഹജന്യോദ്യ വിലോകിതോ മയാ മൂഢാഷഡായേ പശുപക്ഷിണോത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി. ഹേ മുനീശ്വരന്മാരെ, സപ്താഹയത്നത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ലോകാതിശായിയായ മഹിമയെ ഞാനിതാ കാണുന്നു. ഇവിടെയിരിക്കുന്ന മൂഢന്മാർ, ഷഡന്മാർ, പശുക്കൾ, പക്ഷികൾ എന്നിവരേവരും പാപസമ്പർക്കമില്ലാതെ പരിശുദ്ധന്മാരായി പ്രകാശിക്കുന്നു. അധോ നൃലോകേനനുനാസ്തി കിഞ്ചിത് തസ്യ ശോധായ കലൗ പവിത്രം അഘൗഘവിധ്വംസകരം തദൈവ കഥാ സമാനം ഭുവി നാസ്തി ചാന്യത്. അത് ഹേതുവായിട്ട് കലിയുഗത്തിൽ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഗത്തെ നിശേഷം നശിപ്പിക്കുന്നതിനും ഭാഗവത കഥാപ്രസ്താവത്തോട് സമാനമായിട്ടുള്ള പരിശുദ്ധകർമ്മം മറ്റൊന്നും മനുഷ്യലോകത്തിലില്ല. കേ കേ വിശുദ്ധന്തി വദന്തു മഹ്യം സപ്താഹയത്നേന കഥാമയേന കൃപാലുഭിർലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗഃ. കഥാസ്വരൂപമായ സപ്താഹയത്നത്താൽ ഏതേതു വിധത്തിലുള്ള പാപികൾ ശുദ്ധന്മാരാകുമെന്ന് നിങ്ങൾ എന്നോട് പറയണം. കൃപാലുക്കളായ നിങ്ങളാൽ ലോകത്തിൻ്റെ ഹിതത്തിനെ ഉദ്ദേശിച്ചിട്ട് അനിർവചനീയമായ ഒരു പുതിയ മാർഗം പ്രകാശിക്കപ്പെട്ടു. കുമാര ഊജുഹു.
യേ മാനവാ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരഥാ വിമാർഗഗാഃ ക്രോധാഗ്നിദഗ്ധാ കുടിലാശ്ച കാമിനഃ സപ്താഹയത്നേന കലോ പുനന്ദിതേ. കുമാരന്മാർ പറഞ്ഞു, ഏതൊരുത്തർ എപ്പോഴും പാപം ചെയ്യുന്നവരും ദുരാചാരത്തിൽ തൽപരന്മാരും നിഷിദ്ധ കാര്യങ്ങളെ നടത്തുന്നവരും ക്രോധസ്വരൂപമായ അഗ്നിയിൽ വീണു ദഹിക്കുന്നവരും കുടിലന്മാരും കാമികളുമായിരിക്കുന്നുവോ അവരെല്ലാവരും സപ്താഹയത്നത്താൽ കലിയുഗത്തിൽ പരിശുദ്ധരായി ഭവിക്കും. സപ്താഹയത്നത്തിനുള്ള മഹിമയെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഈ വിധം വർണ്ണിച്ചതാണെന്ന് ധരിക്കണം. എന്തു പാപം ചെയ്താലും സപ്താഹയത്നം പരിഹാരമായിട്ടുള്ളതിനാൽ പാപികൾ ലോകത്തിൽ വർദ്ധിക്കട്ടെ എന്നല്ല മഹർഷിമാരുടെ അഭിപ്രായം. സപ്താഹയത്നം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മാത്രമാകുന്നു. ശ്രേഷ്ഠമായ വിഷയത്തിൽ ശ്രദ്ധ ജനിപ്പിക്കുവാൻ ഈ വിധം വർണ്ണിക്കുന്നത് പുരാണ സമ്പ്രദായമാകുന്നു. സത്യേന ഹീന പിതൃമാതൃദൂഷകാ സ്തൃഷ്ണാകുലാശ്ചാശ്രമധർമ്മവർജിതാഃ ഏതാംബിക മത്സരിണോ ബിഹിംസകാഃ സപ്താഹയത്നേന കലൗ പുനന്ദിതേ. സത്യം വിട്ടു നടക്കുന്നവരും മാതാവിനെയും പിതാവിനെയും ദുഷിക്കുന്നവരും ദുരാശ കൊണ്ട് നിറഞ്ഞവരും അതത് ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവരും പരവഞ്ചകന്മാരും മത്സരികളും പ്രാണിഹിംസകന്മാരും കൂടെ കലിയുഗത്തിൽ സപ്താഹയത്നത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കുന്നു. പഞ്ചോഗ്രപാശാശ്ചലചത്മകാരിണഃ ക്രൂരാ പിശാച ഇവ നിർദയാശ്ചയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണഃ സപ്താഹയത്നേന കലൗ പുനന്ദിതേ. പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം, സ്വർണചോരണം ഇവ ചെയ്യുന്നവരോടുള്ള സംസർഗം എന്ന പഞ്ചമഹാപാതകമുള്ളവരും അല്പവസ്തുവിനെ മഹത്വസ്തുവായിട്ട് ബോധിപ്പിക്കുന്നതായ ചലമെന്ന പാപവും ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ധരിപ്പിക്കുന്ന സ്വഭാവമാകുന്ന കപടമെന്ന പാപവും ആചരിക്കുന്നവരും പ്രാണികാരുണ്യമില്ലാത്തവരും പിശാചുക്കളെന്നുപോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതെ വ്യാപരിക്കുന്നവരും ബ്രാഹ്മണധനത്തെ അപഹരിച്ച് ശരീരത്തെ പോഷിപ്പിക്കുന്നവരും പരസ്ത്രീയെ പ്രാപിക്കുന്നവരും കലിയുഗത്തിൽ സപ്താഹയത്നത്താൽ പരിശുദ്ധിയെ പ്രാപിക്കുന്നു. കായേന വാചാ മനസാഭിപാദകം നിത്യം പ്രകുർവന്തി ഷഡാഹടേനയേ പരസ്വപുഷ്ടാ മലിനാ ദുരാശയാഃ സപ്താഹയത്നേന കലൗ പുനന്ദിതേ. ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും കൽപ്പിച്ചുകൂട്ടി പാപം ചെയ്യുന്നവരും പരസ്വത്തുകൊണ്ട് സ്വശരീരത്തെ പോഷിപ്പിക്കുന്നവരും കുൽസിത വാസനയുള്ളവരും അതിനാൽ ദുഷിച്ചിരിക്കുന്ന അന്ധഃകരണത്തോടു കൂടിയവരും കലിയിൽ സപ്താഹയത്നത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കും. അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. സപ്താഹയത്നത്താൽ പാപം നശിക്കുമെന്നുള്ളതിനെ ബോധിപ്പിക്കുന്നതായ ഒരു പുരാതന ചരിതമുണ്ട്. അതിനെ ഞങ്ങൾ അങ്ങയോട് പറയാം. അതിനെ ശ്രവിക്കുന്നത് കൊണ്ടുതന്നെ പാപം നശിക്കും. ദക്ഷിണദേശത്തിൽ സുപ്രസിദ്ധമായ തുംഗഭദ്രാ നദിയുടെ തീരത്തിൽ പൂർവകാലത്തിൽ ഉത്തമമായ ഒരു നഗരമുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണാദിവർണ്ണങ്ങൾ സ്വധർമ്മശ്രദ്ധയോടും സത്യം, സൽക്കർമ്മം എന്നീ ശുഭാചാരങ്ങളിൽ വളരെ താൽപ്പര്യത്തോടു കൂടിയവരുമായിരുന്നു. ആ നഗരത്തിൽ സർവ്വവേദങ്ങളും നന്നായി അറിഞ്ഞും വേദങ്ങളിലും സ്മൃതികളിലും വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളിൽ അതിശ്രദ്ധാലുവും രണ്ടാമത്തെ സൂര്യൻ എന്ന പോലെ ഏറ്റവും ശ്രീമാനുമായ ആത്മദേവനെന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. ബ്രാഹ്മണൻ ലോകത്തിൽ ധനവാനായിരുന്നു. നശിക്കാത്തതായ ധനം ഭിക്ഷുകനു തന്നെയുള്ളൂ. ഏകനുള്ള മുതൽ നശിച്ചു പോയെന്നു വരാം, ലോകത്തിലുള്ള മുതൽ നശിക്കുകയില്ല. അതിനാൽ ലോകത്തിൽ ധനവാൻ ഭിക്ഷുകൻ തന്നെ. ആ വിധത്തിൽ ധനവാനായ ആത്മദേവൻ്റെ ഭാര്യയ്ക്ക് ദുന്ദുലി എന്നാണ് പേർ. അവൾ പറയുന്ന വാക്യത്തെ സാധിപ്പിക്കുന്നവളും സുന്ദരിയും ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചവളുമായിരുന്നു. പ്രായേണ അധികം സംസാരിക്കുന്നവളും ഗൃഹജോലികളെ നടത്തുന്നതിൽ സാമർഥ്യമുള്ളവളും അതിഥി സൽക്കാരം മുതലായ ദാനവിഷയങ്ങളിൽ മനസ്സില്ലാത്തവളും കലഹത്തിൽ താൽപ്പര്യമുള്ളവളുമായിരുന്നു ആത്മദേവൻ്റെ പത്നിയായിരുന്ന ദുന്ദുലി. അന്യോന്യം പ്രേമത്തോടുകൂടി ഇപ്രകാരം വസിക്കുന്ന അവർക്ക് സന്താനമുണ്ടായിരുന്നില്ല. അതിനാൽ അർത്ഥങ്ങളും ഭോഗവിഷയങ്ങളും ഗൃഹാദി സർവവും ദുഃഖഹേതുവായിട്ടു ഭവിച്ചില്ല. അനന്തരം അവർ രണ്ടുപേരും സന്താനലാഭത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് യാചകന്മാർക്ക് പശു, ഭൂമി, സ്വർണം, വസ്ത്രങ്ങൾ മുതലായ പദാർത്ഥങ്ങളെ എപ്പോഴും ദാനം ചെയ്യാൻ തുടങ്ങി.
ഗൃഹത്തിലുണ്ടായിരുന്ന ദാനത്തിൻ്റെ അർദ്ധാംശം ദാനധർമാദികൾക്കായി ചിലവ് ചെയ്തു. എന്നിട്ടും പുത്രനാകട്ടെ പുത്രിയാകട്ടെ ജനിച്ചില്ല. അതിനാൽ അവർ രണ്ടുപേരും ഏറ്റവും ദുഃഖിതരായി ഭവിച്ചു. ഒരു നാൾ ആ ബ്രാഹ്മണൻ ദുഃഖാധിക്യം നിമിത്തം വീട് വിട്ട് കാട്ടിലേക്ക് പോയി. മധ്യാഹ്ന സമയത്തിൽ ദാഹമുണ്ടായി ജലപാനത്തിനായിട്ട് തടാകത്തെ പ്രാപിച്ചു. വെള്ളം കുടിച്ച് സന്താനാഭാവത്തെക്കുറിച്ച് ദുഃഖിച്ചും കൊണ്ടിരുന്നു. 2 നാഴിക കഴിഞ്ഞപ്പോൾ അവിടെ ഏതോ ഒരു സന്യാസി വന്നു ചേർന്നു. അദ്ദേഹം ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. ജലം പാനം ചെയ്ത ശേഷം ആ സ്ഥലത്തിൽ വിശ്രമിക്കുന്ന സന്യാസിയെ കണ്ട ആ ബ്രാഹ്മണൻ സന്യാസിയുടെ സമീപത്ത് ചെന്ന് പാദങ്ങളിൽ നമസ്കരിച്ച് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുൻഭാഗത്തു നിന്നു. അപ്പോൾ ആ സന്യാസി ചോദിക്കും, ഹേ ബ്രാഹ്മണ, അങ്ങ് വ്യസനിക്കുന്നതായിട്ട് കാണുന്നു. അതിനെന്താണ് കാരണം? അങ്ങയെ ബാധിച്ചിരിക്കുന്ന ശക്തിയേറിയ ചിന്ത എന്താകുന്നു? കാലതാമസം കൂടാതെ അങ്ങയുടെ വ്യസന കാരണം എന്നോട് പറയുക. ബ്രാഹ്മണൻ പറയും, ഹേ ഋഷേ, എൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് എന്നറിയുന്നില്ല. ജന്മാന്തര ദുരിതത്താൽ ഞാൻ സമ്പാദിച്ചതാണിതെന്ന് കരുതുന്നു. തർപ്പണാദിയിൽ ഞാൻ പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുന്ന ജലത്തെ അല്പം ചൂടുള്ളതാക്കി തീർത്തിട്ടാണവർ കുടിക്കാറുള്ളതെന്ന് ഞാൻ കരുതുന്നു. പ്രജാഹീനൻ്റെ ജീവിതവും ഗൃഹവും ധനവും കുലവും നിന്ദിക്കത്തക്കതാകുന്നു. യാതൊരു പശുവിനെ ഞാൻ പാലിക്കുന്നുവോ അതുകൂടെ സർവപ്രകാരത്തിലും വന്ധ്യയായി ഭവിക്കും. ഏതൊരു വൃക്ഷത്തെ ഞാൻ നട്ടുനനച്ച് വളർത്തുന്നുവോ അതും കായ്ക്കാത്തതായി ഭവിക്കും. അത്രത്തോളം ഭാഗ്യമില്ലാത്തവനാകുന്നു ഞാൻ. എൻ്റെ ഗൃഹത്തിൽ യാതൊരു പുഷ്പബലാദികൾ വന്നുചേരുന്നുവോ അതെല്ലാം അതിവേഗത്തിൽ ശുഷ്കിച്ചു പോവും. അത്രത്തോളം ഭാഗ്യഹീനനും സന്താനമില്ലാത്തവനുമായ ഞാൻ ഇനിമേൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഫലമെന്താകുന്നു? ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാക്രാന്തനായ ആ ദ്വിജൻ ആ സന്യാസിയുടെ സമീപത്തിൽ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബലവതിയായ കരുണ ഉത്ഭവിച്ചു. ആ ബ്രാഹ്മണൻ്റെ ശിരസ്സിൽ എഴുതിയിരിക്കുന്ന അക്ഷരമാലയെയും ആ സന്യാസി വായിച്ചറിഞ്ഞു. അത്രത്തോളം യോഗപ്രഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യമെല്ലാം ധരിച്ചതിൽ പിന്നെ സന്യാസി ആ ബ്രാഹ്മണനോട് വിസ്തരിച്ചു പറഞ്ഞു, ഹേ ബ്രാഹ്മണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപം അറിയാത്തതിൻ്റെ ബലമാകുന്നു. ആ അജ്ഞാനത്തെ വിട്ടുകളയുക. പുത്രനുണ്ടാവാനുള്ള അദൃഷ്ടം അങ്ങയ്ക്കില്ല. കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്തറിയുന്നതായ വിവേകത്തെ വേണ്ടും വിധം സമ്പാദിച്ചിട്ട് സംസാരവാസനയെ വിട്ടുകളയുക. ഹേ ബ്രാഹ്മണ, അങ്ങയുടെ പ്രാരബ്ധകർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. 7 ജന്മം കഴിയുന്നതുവരെ അങ്ങയ്ക്ക് പുത്രൻ ജനിക്കുകയേ ഇല്ല. സന്തതിക്കുള്ള ആഗ്രഹം അനർത്ഥഹേതുവാണെന്ന് ഉപദേശിക്കുന്നു. ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. എല്ലാം ഉപേക്ഷിക്കുന്നതായ സന്യാസാശ്രമത്തിൽ നിന്ന് തന്നെയാകുന്നു സർവപ്രകാരത്തിലും സുഖമുള്ളത്. ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ആ ബ്രാഹ്മണൻ പറഞ്ഞു, വിവേകം കൊണ്ട് എനിക്കെന്താണ് ബലം? ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്ക് പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിക്കുക. അതിനു ഭാവമില്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ കർത്തവ്യാകർത്തവ്യങ്ങളെ തിരിച്ചറിയുവാൻ അശക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പാകെ ഇതാ പ്രാണങ്ങളെ ഉപേക്ഷിപ്പാൻ പോകുന്നു. പുത്രാദികളിൽ നിന്ന് ലഭിക്കാവുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന ഈ സന്യാസം രസമില്ലാത്തതു തന്നെ നിശ്ചയം. പുത്രപൗത്രന്മാരോട് ചേർന്നിരിക്കുന്ന ഗൃഹാശ്രമം തന്നെ രസാവഹം. ബ്രാഹ്മണൻ ഇപ്രകാരം പുത്രനെ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ആ സന്യാസി പറഞ്ഞു, ബ്രഹ്മകൽപ്പനയെ നിരസിച്ചിട്ടും യോഗബലത്താൽ അങ്ങയ്ക്ക് പുത്രനെ ഞാൻ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ, ഇത് നന്നല്ല. ബ്രഹ്മകൽപ്പനയെ മാറ്റിത്തീർക്കാൻ ആവശ്യപ്പെട്ട ചിത്രകേതു എന്നു പേരായ രാജാവ് വളരെ കഷ്ടത്തിലകപ്പെട്ടു. അങ്ങയ്ക്ക് പുത്രനുണ്ടായാലും അവനിൽ നിന്ന് സുഖമുണ്ടാകുകയില്ല. പരിശ്രമം സകലവും പൂർവജന്മസഞ്ചിത പാപത്താൽ നിഷ്ഫലപ്പെട്ടു പോകുന്ന ഒരുവന് സുഖം എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് അങ്ങയുടെ ഈ ആഗ്രഹം ന്യായമല്ല. ആ ബ്രാഹ്മണൻ്റെ നിർബന്ധരൂപമായ ആഗ്രഹത്തെ കണ്ടിട്ട് ആ സന്യാസി ഒരു മാമ്പഴം കൊടുത്തു. പത്നിയോടുകൂടെ ചേർന്ന് ഈ ഫലത്തെ ഭക്ഷിക്കുക. അതിൻ്റെ ശേഷം പുത്രനുണ്ടാകും. യഥാർത്ഥ ഭാഷണം, ശരീരശുദ്ധി, പ്രാണികളിൽ കാരുണ്യം, ദീനന്മാർക്ക് ദാനം, ഒരു നേരത്തെ ഭക്ഷണം എന്നീ വ്രതങ്ങളെ അങ്ങയുടെ ഭാര്യ 1 വർഷം അനുഷ്ഠിക്കണം. എന്നാൽ ദോഷരഹിതനായ പുത്രൻ പിറക്കും. ഇപ്രകാരം പറഞ്ഞിട്ട് യോഗി പോയി. ബ്രാഹ്മണൻ ഉടനെ തന്നെ ഗൃഹത്തിൽ വന്നു ഭാര്യയുടെ കയ്യിൽ ഫലം നൽകിയ ശേഷം എങ്ങോട്ടോ പോകുകയും ചെയ്തു.
സ്ത്രീ സ്വഭാവം അറിയാൻ കഴിയാത്തതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആത്മദേവൻ്റെ ഭാര്യ ചെയ്തതെന്താണെന്ന് പറയുന്നു. അവൻ്റെ ഭാര്യ കുടിലയാകുന്നു. സഖിയുടെ അരികത്തിരുന്ന് കരഞ്ഞു തുടങ്ങി. കരയുന്നത് എന്തു കാരണത്താലാണെന്ന് ചോദിച്ച സഖിയോട് പറയുന്നു, കഷ്ടം, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകുന്നു. കാരണമൊന്നും ഞാൻ അറിയുന്നില്ല. പുത്രനുണ്ടാവാൻ ഈ ബലം ഭക്ഷിക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുന്നു. ഞാനിത് ഭക്ഷിക്കുകയില്ല. ബലം ഭക്ഷിക്കുന്നത് കൊണ്ട് ഗർഭമുണ്ടാകും. ഗർഭനിമിത്തം വയർ വലുതാവും. അപ്പോൾ അല്പം മാത്രമേ ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണം കുറയുന്നത് കൊണ്ട് ശക്തിയില്ലാതാവും. ശക്തിയില്ലാഞ്ഞാൽ വീട്ടിലെ വേല എങ്ങനെ ചെയ്യും? സംഗതി വശാൽ ഗ്രാമത്തിൽ വണ്ടിയോ മറ്റോ നേരിട്ട് വരാം. ഗർഭിണിയായ ഞാൻ എങ്ങനെ ഓടും? ഒരു സമയം വ്യാസപുത്രനായ ശുഗനെന്ന പോലെ ഗർഭഗതനായ ശിശു 16 കൊല്ലം ഗർഭത്തിൽ കിടന്നുവെന്നും വരാം. അതിനെ വയറ്റിൽ നിന്നും പുറത്തേക്ക് എങ്ങനെ തള്ളിക്കളയും? പ്രസവ സമയത്തിൽ ഗർഭഗതനായ ശിശു വിലങ്ങത്തിലായെന്ന് വന്നാൽ അപ്പോൾ എൻ്റെ മരണം തന്നെ ഫലം. അഥവാ പ്രസവിക്കുന്നതായാൽ തന്നെ അസഹ്യമായ ദുഃഖമുണ്ടാകും. കോമളാംഗിയായ ഞാൻ ആ ദുഃഖത്തെ എങ്ങനെ സഹിക്കും? പ്രസവവേദന നിമിത്തം ഞാൻ പ്രവൃത്തികൾ നടത്തുവാൻ അശക്തയായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി എൻ്റെ മുതലെല്ലാം അപഹരിക്കും. എന്നു മാത്രമല്ല, സൽപുത്രനായി വരണമെങ്കിൽ സത്യം, ശൗചം മുതലായ നിയമങ്ങളെ അനുഷ്ഠിക്കണമെന്നും പറയുന്നു. സത്യശൗചാദികളെ വേണ്ടതുപോലെ അനുഷ്ഠിപ്പാൻ എളുപ്പത്തിൽ കഴിയുകയില്ല. അഥവാ ദുഃഖം സഹിച്ചു പ്രസവിച്ചാൽ തന്നെ സുഖമുണ്ടോ? കുട്ടിയെ ലാളിക്കുന്നതും പാലിക്കുന്നതും ദുഃഖം. എന്നാൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന സഖിയോട് പറയുന്നു, പ്രസവിക്കാതെയോ ഭർത്താവില്ലാതെയോ ഇരിക്കുന്ന സ്ത്രീയാണ് സുഖം അനുഭവിക്കുന്നവൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഓരോ ദുരാലോചനകൾ നിമിത്തം ആ ബലത്തെ അവൾ ഭക്ഷിച്ചില്ല. ഭർത്താവ് ചോദിച്ചപ്പോൾ ഭക്ഷിച്ചുവെന്ന് പറയുകയും ചെയ്തു. സഖിയോട് സംഭാഷണം ചെയ്ത ശേഷം അനുജത്തിയുമായുണ്ടായ സംഭാഷണത്തെപ്പറ്റി പറയുന്നു. ഒരു ദിവസം അവളുടെ അനുജത്തി കാര്യമൊന്നുമില്ലാതെ തന്നെ ജ്യേഷ്ഠത്തിയുടെ ഗൃഹത്തിൽ വന്നു. അവളോട് വർത്തമാനമെല്ലാം സത്യമായിട്ട് പറഞ്ഞു. ഭർത്താവിനെ വഞ്ചിപ്പാനായിട്ട് മാമ്പഴം ഭക്ഷിച്ചുവെന്ന് പറഞ്ഞതാലോചിച്ച ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. ആ ദുഃഖം നിമിത്തം എനിക്ക് യാതൊന്നും പ്രവർത്തിപ്പാൻ ശക്തിയില്ലാതെ വന്നിരിക്കുന്നു. അനുജത്തി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അനുജത്തി പറഞ്ഞു, ജ്യേഷ്ഠത്തി വ്യസനിക്കേണ്ട, മാർഗം ഞാൻ പറയാം. എനിക്കിപ്പോൾ ഗർഭമുണ്ട്. പ്രസവിച്ച ശേഷം ആ ശിശുവിനെ നിനക്ക് ഞാൻ തരാം. ആ കാലം വരെ നീ ഗർഭിണിയാണെന്ന് നടിച്ചും കൊണ്ട് ആരെയും കാണാതെ വീട്ടിൽ സുഖമായി ഒളിഞ്ഞിരുന്നു കൊള്ളുക. എന്നാൽ എൻ്റെ ഭർത്താവ് കൂടെ അതിനനുവദിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിന് കുറേ പണം കൊടുക്കുക. എന്നാൽ അദ്ദേഹം നിനക്ക് ശിശുവിനെ തരും. എൻ്റെ ബാലനെക്കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ 6 മാസം ജീവിച്ചു കിടന്നു, അതിൽ പിന്നെ മരിച്ചു എന്ന് ഞാൻ പറയാം. അതിനെ അനുസരിച്ച് ജനങ്ങളും പറയും. ആ ബാലകനെ നിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് തരാം. നിത്യവും ഞാൻ നിൻ്റെ ഗൃഹത്തിൽ വന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യാം. ഈ ബലം ഭക്ഷിച്ചാൽ ഗർഭം ധരിക്കുമോ എന്ന് പരീക്ഷിപ്പാൻ ഇപ്പോൾ പശുവിന് ബലത്തെ സമർപ്പിക്കുക എന്ന് അനുജത്തി പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് സഹജമായുള്ള ദോഷബുദ്ധിയുടെ പ്രേരണയാൽ എല്ലാം വേണ്ടതുപോലെ ചെയ്തു. അനന്തരം അനുജത്തി പ്രസവകാലമായപ്പോൾ ബാലകനെ പ്രസവിച്ചു. 6 മാസം വളർത്തി. ജ്യേഷ്ഠത്തിയോ ഗർഭമില്ലാത്ത കാരണത്താൽ പ്രസവിച്ചതുമില്ല. ഈ അവസരത്തിൽ അനുജത്തിയുടെ ഭർത്താവ് ബാലകനെ ആരുമറിയാതെ കൊണ്ടുവന്ന് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. ഉടനെ ദുന്ദുലി ഭർത്താവിനോട്, ഞാൻ സുഖമായി പ്രസവിച്ചു, പ്രസവവേദനയോ മറ്റു ദുഃഖമോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആത്മദേവന് സന്താനമുണ്ടായി എന്നറിഞ്ഞു ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. ഇത്രയും വ്യാജം എങ്ങനെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി എന്നുള്ള ശങ്കയുണ്ടാവാം. ദുഷ്ട സ്ത്രീചരിതം അറിവാൻ കഴിയാത്ത ഒന്നാണെന്ന് മാത്രമേ അതിനു സമാധാനമുള്ളൂ. പുത്രന് ജാതകർമ്മം ചെയ്തു. ബ്രാഹ്മണർക്ക് വേണ്ടുന്ന വിധം ദാനം ചെയ്തു. ആത്മദേവൻ്റെ ഗൃഹത്തിൽ പാട്ട്, വാദ്യം മുതലായ മംഗളാഘോഷങ്ങൾ പലതുമുണ്ടായി. ദുന്ദുലി ഭർത്താവിൻ്റെ മുമ്പിൽ വന്നു പറഞ്ഞു, എൻ്റെ മുലയിൽ പാലില്ല. അന്യയുടെ മുലപ്പാൽ കൊടുത്തിട്ട് കുട്ടിയെ രക്ഷിക്കുക എന്നതും പ്രയാസം. അവൾ വന്ന് പാൽ കൊടുത്തു പോവും. ഇടയ്ക്ക് വേണ്ടി വരുമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ട് നേരിടും. അതിന് ഞാനൊരു ഉപായം പറയാം. എൻ്റെ സഹോദരിയുടെ കുട്ടി ഈയിടെ മരിച്ചുപോയി. അവളെ നമ്മുടെ ഗൃഹത്തിൽ വരുത്തി പാർപ്പിക്കുക. അവൾ അങ്ങയുടെ പുത്രനെ വളർത്തും. അത് കേട്ടപ്പോൾ ഭർത്താവ് അതുപോലെ ചെയ്തു. പുത്രനെ ഏതുവിധവും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ആത്മദേവനുണ്ടായിരുന്നു. കുട്ടിക്ക് ദുന്ദുകാരി എന്നുള്ള നാമധേയം മാതാവ് കൽപ്പിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ആ പശു സർവാംഗ സുന്ദരനും സ്വർണ്ണകാന്തിയുള്ളവനും നിർമ്മലനും ദിവ്യനുമായ ഒരു കുട്ടിയെ പ്രസവിച്ചു.
പശുവിൽ നിന്ന് ഉത്ഭവിച്ച ബാലകനെ കണ്ടിട്ട് പരമാശ്ചര്യയുക്തനായ ബ്രാഹ്മണനാകട്ടെ താൻ തന്നെ ബാലകന് വേണ്ടുന്ന ജാതകർമാദി സംസ്കാരങ്ങളെ നിർവഹിച്ചു. ജനങ്ങളെല്ലാവരും ആശ്ചര്യ സംഭവമറിഞ്ഞു കാണാൻ ആഗ്രഹത്തോടുകൂടെ വന്നുകൊണ്ടിരുന്നു. ആത്മദേവൻ ഇപ്പോൾ ഭാഗ്യോദയമായിരിക്കുന്നു. പശുവിനുണ്ടായ ബാലൻ ദിവ്യസ്വരൂപിയായിരിക്കുന്ന കൗതുകത്തെ നിങ്ങൾ നോക്കുവിൻ എന്നിങ്ങനെ ജനങ്ങൾ അന്യോന്യം പറഞ്ഞു. സന്യാസി നൽകിയ ബലഭക്ഷണം നിമിത്തമാണ് ധേനുവിൽ നിന്ന് ദിവ്യനായ പുത്രൻ ജനിച്ചതെന്നുള്ള കാരണം ദൈവയോഗത്താൽ ആർക്കും അറിവാൻ സാധിച്ചതുമില്ല. പശുവിൽ നിന്ന് ഉത്ഭവിച്ച ദിവ്യബാലകൻ്റെ കർണങ്ങൾ മാത്രം പശുകർണങ്ങൾ എന്ന പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ആത്മദേവൻ ആ ബാലകന് ഗോകർണൻ എന്നു പേരിട്ടു. കുറേ കാലം കൊണ്ട് ആ 2 പുത്രന്മാരും യൗവനയുക്തന്മാരായി ഭവിച്ചു. ഗോകർണൻ വിവേകബുദ്ധിയുള്ളവനും ജ്ഞാനിയുമായി വന്നു. ദുന്ദുകാരി മഹാദുഷ്ടനുമായി ഭവിച്ചു. അന്യരുടെ മുതൽ കക്കുന്നവനും സർവ്വജനങ്ങളെയും ദ്വേഷിക്കുന്ന സ്വഭാവമുള്ളവനും അന്യരുടെ ഗൃഹങ്ങൾ തീവെച്ച് ദഹിപ്പിക്കുന്നവനും കുട്ടികളെ ലാളിപ്പാൻ എന്ന നിലയിൽ എടുത്ത് ഉടനെ കിണറ്റിൽ എറിയുന്നവനുമായിരുന്നു ദുന്ദുകാരി. പ്രാണികളെ വധിക്കുന്നവനും എപ്പോഴും ആയുധമെടുത്ത് നടക്കുന്നവനും ദരിദ്രന്മാർ, ദുഷ്ടഹീനന്മാർ എന്നിവരെ ഉപദ്രവിക്കുന്നവനും ചണ്ടാളന്മാരോടുകൂടി ചേർന്ന് രസിക്കുന്നവനും കയർ കയ്യിൽ പിടിച്ചു നടക്കുന്നവനും ക്രൂര സംസർഗമുള്ളവനുമായിരുന്നു. വേശ്യാസംസർഗം നിമിത്തം പിതാവിൻ്റെ മുതൽ മുഴുവനും നശിപ്പിച്ചവൻ ഒരുനാൾ മാതാപിതാക്കന്മാരെ ദേഹോപദ്രവം ചെയ്ത ശേഷം ഗൃഹത്തിലുപയോഗിക്കുന്ന പാത്രങ്ങളെ വേശ്യാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ആത്മദേവൻ ധനഹീനനും ദുഃഖിതനുമായിട്ട് താഴെ പറയും വിധം ഉച്ചത്തിൽ പറഞ്ഞു കരഞ്ഞു. ഹോ കഷ്ടം! പുത്രനില്ലാതിരിക്കുന്നത് വളരെ നല്ലതാകുന്നു. പ്രസവിച്ചുണ്ടാകുന്നത് കുൽസിത പുത്രനാണെന്ന് വന്നാൽ അവൻ അതിദുഃഖത്തെ നൽകുന്നവൻ തന്നെ നിശ്ചയം. ആ വിധം ഉള്ള പുത്രൻ ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജനിക്കാതിരിക്കുന്നതാകുന്നു. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? എൻ്റെ ഈ ദുഃഖത്തെ ആരു തീർത്തു തരും? ദുഃഖം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കട്ടെയോ? എനിക്കിത്ര കഷ്ടം വന്നു ചേർന്നുവല്ലോ. ആ സമയത്തിൽ ജ്ഞാനിയായ ഗോകർണൻ അവിടെ വന്നു. വിഷയവിരക്തി ഉണ്ടാവാൻ ഉപകരിക്കുന്ന പരമാർത്ഥ സംഗതികളെ കാട്ടിക്കൊടുത്തും കൊണ്ട് പിതാവിനെ ബോധിപ്പിച്ചു. പുത്രൻ എന്നുള്ള മമതാരൂപമായ അജ്ഞാനത്തെ ഉപേക്ഷിച്ചാലും ആ അഭിമാനം അറിവില്ലായ്മ നിമിത്തമുണ്ടാകുന്നതാകുന്നു. അത് നിമിത്തം നരകത്തിൽ ചെന്നു ചേരും. ഈ ശരീരം പ്രാരബ്ധാവസാനത്തിൽ വീണുപോകും. ഇപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിക്കൊള്ളുക. ഗോകർണൻ പറഞ്ഞത് ഹിതമാണെന്ന് കരുതിയ പിതാവ് വനത്തിലേക്ക് പോവാൻ ആഗ്രഹിച്ചും കൊണ്ട് ഈ വിധം പറഞ്ഞു. ഹേ പുത്ര, വനത്തിൽ പോയാൽ ഞാൻ എന്തു ചെയ്യണമോ അത് നീ വിസ്തരിച്ചു പറയുക. സാരവിഹീനമായ സംസാരമാകുന്ന അന്ധകൂപത്തിൽ വീണുകിടക്കുന്ന ഞാൻ സ്നേഹഭാഷങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കയാൽ മുടന്തനും ഷടനുമാകുന്നു. ഈ മാതിരി പതിപ്പാൻ എൻ്റെ കർമ്മം തന്നെ കാരണം. ഹേ ദയാനിധേ, എന്നെ ഇതിൽ നിന്ന് നീ സമുദ്ധരിച്ചാലും. ഗോകർണൻ അത് കേട്ട് അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു. അസ്ഥി, മാംസം, രക്തം എന്നിവ ചേർന്നുണ്ടായ ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ബുദ്ധിയെ ഉപേക്ഷിച്ചാലും ഭാര്യാപുത്രാദികളിൽ എൻ്റേതെന്നുള്ള വിചാരത്തെയും വിട്ടുകൊള്ളുക. ഈ ലോകം ക്ഷണംതോറും നശിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണെന്ന് കാണുക. എല്ലാറ്റിലും വിരക്തിയെ സമ്പാദിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനും ഭക്തിയിൽ ഇളക്കമില്ലാത്തവനുമായി ഭവിക്കുക. എപ്പോഴും സ്വധർമ്മത്തെ വിടാതെ സ്വീകരിക്കുക. പരധർമ്മങ്ങളെ ഉപേക്ഷിക്കുക. സജ്ജനങ്ങളെ ആശ്രയിക്കുക. വിഷയാഭിലാഷത്തെ വെടിയുക. അന്യന്മാരുടെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള വിചാരത്തെ വെടിയുക. ഈശ്വര കഥാമൃതത്തെ ഏറ്റവും പാനം ചെയ്യുക. പുത്രവാക്യമനുസരിച്ച് നടന്നതിനാൽ ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചുവെന്ന് സൂതൻ പറയുന്നു. ഇപ്രകാരം പുത്രൻ പറഞ്ഞതിനെ അനുസരിച്ച് വീട്ടിൽ നിന്നും പിരിഞ്ഞു കാട്ടിൽ പ്രവേശിച്ചു. മനസ്സിനെ ഉറപ്പിച്ചു. വയസ്സും 60 കഴിഞ്ഞു. ശ്രീഹരിയെ പ്രതിദിവസം പൂജിക്കുന്നതിൽ തന്നെ മനസ്സിരുത്തി. പ്രതിദിവസം ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിച്ചു. അവസാനത്തിൽ ശ്രീകൃഷ്ണനോട് യോജിക്കുകയും ചെയ്തു. 4-ാം അധ്യായം സമാപിച്ചു. ബാക്കി അടുത്ത ദിവസം. ഹരി ഓം.